ദശകം 12 ശ്ലോകം 9. ദൃഷ്ട്വാ ദദൈത്യഹത കേനരസാതലാന്തേ സംവേശിതാം ഷഡിതി കൂടകിടിർവിഭോ ത്വം ആപാതുകാനവിഗണയ്യ സുരാരിഖേടാൻ ദ്രംഷ്ടാങ്കുരേണ വസുധാമദഥാ സലീലം. ഹിരണ്യാക്ഷൻ ഭൂമിദേവിയെ ഒളിപ്പിച്ചു വച്ചു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ആ വസുമതി അഗവേഷയസ്ത്വം ഭൂമിദേവിയെ തിരഞ്ഞു, വെള്ളത്തിലേക്ക് ചാടി ഭൂമിദേവിയെ തിരഞ്ഞു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇതിൽ ദൃഷ്ട്വാഥ അഥ അനന്തരം ദൃഷ്ട്വാ കണ്ടിട്ട് ദൈത്യഹതകീന ആ നീചനായ അസുരനാൽ രസാതലാന്തേ ആ നീചനായ അസുരൻ എന്ന് പറഞ്ഞാൽ ഹിരണ്യാക്ഷനാണ് ഭൂമിദേവിയെ വെള്ളത്തിലേക്ക് താഴ്ത്തിയത്. ആ ഹിരണ്യാക്ഷനാൽ രസാതലാന്തേ ഭൂമിയുടെ അടിയിലുള്ള 7 ലോകങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ രസാതലം എന്ന് പറയുന്ന അതിൻ്റെ അടിയിൽ ഹിരണ്യാക്ഷൻ കൊണ്ടുവച്ച ഭൂമിയെ എന്നാണ്. ചടുതി രസാതലാന്തേ സംവേശിതാം ഛഡിതി കൂടകിടിർവിഭോത്വം. ആ ഒളിപ്പിച്ച് കൊണ്ടുവച്ച ഭൂമിയെ കണ്ടിട്ട് വിഭുഹു സംബോധന ചെയ്യുന്നതാണ് ഭഗവാനെ. ആ കൂടകിടിർവിഭോത്വം ആ മായയായിട്ട് ഛഡിതി വേഗം കൂടകിടിർവിഭോ ആ മായയായിട്ട് ആ പന്നിയുടെ രൂപം ധരിച്ച് ആ വരാഹമൂർത്തിയായി നിന്തിരുവടി ആപാതുകാനവിഗണയ്യ ഭൂമിദേവിയെ അപ്പോൾ അവിടെയുള്ള നീചന്മാരായ അസുരന്മാർ ആപാതുകാനവിഗണയ്യ സുരാരിഖേടാൻ. അപ്പോൾ ഭൂമിദേവിയെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് കൊണ്ടുപോകാൻ ഭഗവാൻ പോയപ്പോൾ ആ നീചന്മാരായ അസുരന്മാരെല്ലാം വട്ടത്തിൽ വന്നു നിന്നു. അവരെയൊന്നും വകവയ്ക്കാതെ ആപാതുകാനവിഗണയ്യ അവരെ ഒന്നും ശ്രദ്ധിക്കാതെ അസുരന്മാരെ ഒന്നും ശ്രദ്ധിക്കാതെ സുരന്മാരുടെ അസുരൻ ഒന്നും ശ്രദ്ധിക്കാതെ ദ്രംഷ്ടാങ്കുരേണ ആ ഭഗവാന്റെ ദ്രംഷ്ട എന്ന് വെച്ചാൽ ആ തേറ്റ പല്ലിൻ്റെ തേറ്റ കൊണ്ട് അറ്റത്ത് വസുധാമദഥ ആ ഭൂമിദേവിയെ സലീലം പൊക്കിയെടുത്തു. അത് സലീലം എന്ന് പറഞ്ഞ് വസുധാമദഥ ആ ഭൂമിദേവിയെ പൊക്കിയെടുത്ു. സലീലം എന്ന് പറഞ്ഞാൽ ഒരു കളി തമാശയായി പൊക്കിയെടുത്തു. ഭൂമിയെ കൊണ്ടുപോകുന്നത് കണ്ട് ഓടി വന്ന നീചന്മാരായ അസുരന്മാരെ ഒന്നും ശ്രദ്ധിക്കാതെ ദ്രംഷ്ടാങ്കുരേണ ആ തേറ്റ കൊണ്ട് ഭൂമിയെ പൊക്കിയെടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഹേ വിഭോ, അല്ലയോ ഭഗവാനെ, മായാവരാഹമൂർത്തിയായ നിന്തിരുവടി ആ അസുരനാൽ വെള്ളത്തിൻ്റെ അടിയിൽ കൊണ്ടുവച്ച ഭൂമിയെ ആപാതുകാനവിഗണയ്യ ഓടി വന്ന അസുരന്മാരെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവരെ ഒന്നും കണക്കാക്കാതെ ആ ഭൂമിദേവിയെ പൊക്കിയെടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്.